ഹലോ സ്റ്റുഡൻസ്, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ നെക്സ്റ്റ് പഠിക്കാനായിട്ട് പോകുന്ന പേറോൾ റിപ്പോർട്ടുകളാണ്. പേജ് നമ്പർ 221. പേറോൾ റിപ്പോർട്ട് എന്ന് പറയുന്ന പേറോൾ എക്സ്പെൻസുകൾ നമുക്ക് മന്ത് വൈസ് ആയിട്ടോ ഇയർ വൈസ് ഒക്കെ ആയിട്ടോ നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് പേറോൾ റിപ്പോർട്ട് എന്ന് പറയുന്നത്. അത് നമുക്ക് ഓരോ എംപ്ലോയീസിനായിട്ടോ എംപ്ലോയി ഗ്രൂപ്പുകൾക്കായിട്ടോ ഒക്കെ നമുക്കിത് റിപ്പോർട്ടുകൾ എടുക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് സ്റ്റാറ്റ്യൂട്ടറി ഫോംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിയമപരമായിട്ട് നമ്മൾ കൊടുക്കേണ്ട പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ, എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസിൻ്റെ തുടങ്ങിയ ഫോമുകളെല്ലാം നമുക്ക് ഇതിനകത്ത് നിന്ന് എടുക്കാനായിട്ട് പറ്റും. ടാലി 9 നമുക്ക് ടാലി റിപ്പോർട്ടുകളെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് രണ്ടായിട്ടാണ്. പേറോൾ റിപ്പോർട്ടുകളും ഉണ്ട്, പേറോൾ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടുകളും ഉണ്ട്. അതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ഡിസ്പ്ലേ എടുക്കുക, പേറോൾ റിപ്പോർട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് അവിടെ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഫിഗർ 5.41 പേറോൾ റിപ്പോർട്ട്സ് ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് F12 കോൺഫിഗറേഷനാണ് നമുക്ക് നെക്സ്റ്റ് പഠിക്കാനായുള്ള പേറോൾ റിപ്പോർട്ടുകളുടെ കോൺഫിഗറേഷൻ. എല്ലാ റിപ്പോർട്ടുകളും നമുക്ക് ഈ ഒരു F12 കോൺഫിഗറേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സെറ്റിങ്സ് വഴി കോൺഫിഗർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നമുക്കൊരു റിപ്പോർട്ട് എടുത്തിട്ട് അത് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിനെ കോൺഫിഗർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. F12 പ്രസ് ചെയ്തിട്ട് നമുക്ക് അതിനകത്ത് ആവശ്യമുള്ള ഓപ്ഷൻസൊക്കെ യെസ്സോ നോയോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിനെ കോൺഫിഗർ ചെയ്തെടുക്കാം. F12 കോൺഫിഗറേഷനിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്ന ഓരോ റിപ്പോർട്ടുകളെ ബേസ് ചെയ്തത് മാറിക്കൊണ്ടിരിക്കും. അതിനകത്തുള്ള ഓപ്ഷൻസ് എല്ലാം സെൽഫ് എക്സ്പ്ലനേറ്ററി ആയിട്ടുള്ളതാണ്. F12 കോൺഫിഗറേഷൻ കൂടാതെ ബട്ടൺ ബാറിലും നമുക്കിതിനെ സെറ്റ് ചെയ്യാനായിട്ടുള്ള വേരിയസ് ബട്ടൺസ് അവൈലബിൾ ആണ്. നെക്സ്റ്റ് പ്രിൻറ്റിങ് ഓഫ് റിപ്പോർട്ട്. നമുക്ക് റിപ്പോർട്ടുകൾ പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിപ്പോർട്ടിനെ ഓപ്പൺ ചെയ്തിട്ട് Alt+P പ്രസ് ചെയ്താൽ മതി. അപ്പോൾ അവിടെ നമുക്ക് കോൺഫിഗറേഷൻ ഡീറ്റെയിൽസൊക്കെ കാണിച്ചിട്ടുള്ളൊരു പ്രിൻറ്റിങ് കോൺഫിഗറേഷൻസൊക്കെ കാണിച്ചിട്ടുള്ളൊരു സ്ക്രീൻ വരും. അതായത് പേപ്പറിൻ്റെ സൈസ്, നമ്പർ ഓഫ് കോപ്പീസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം. അപ്പോൾ അതിനകത്ത് നമുക്ക് ആവശ്യമുള്ളതൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രിൻ്റ് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ചാർട്ട് കാണിച്ചിട്ടുണ്ട് പേറോൾ റിപ്പോർട്ടുകൾ ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ. അപ്പോൾ അതിൽ തന്നെ 3 എണ്ണം ഉണ്ട്. പേറോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്, അറ്റൻഡൻസ് റിപ്പോർട്ടും ഉണ്ട്, എക്സ്പാറ്റ് റിപ്പോർട്ടുകളും ഉണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് വണ്ണാണ് പേറോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അത് 7 എണ്ണം ഉണ്ട്. പേ സ്ലിപ്പ്, പേറോൾ സ്റ്റേറ്റ്മെൻറ്റ്, പേറോൾ രജിസ്റ്റർ, പേ ഹെഡ്, എംപ്ലോയി ബ്രേക്കപ്പ്, പേ ഷീറ്റ്, പേയ്മെൻറ്റ് അഡ്വൈസ്, എംപ്ലോയർ പേ ഹെഡ് ബ്രേക്കപ്പ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് പേ സ്ലിപ്പ്. പേ സ്ലിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എംപ്ലോയീസിന് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഡോക്യുമെൻ്റാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ അവരുടെ ഏർണിങ്സിൻ്റെ അല്ലെങ്കിൽ ഡിഡക്ഷൻസിൻ്റെ ഓരോ കമ്പോണൻസും കാണിച്ചിട്ടുണ്ടായിരിക്കും. എന്നിട്ട് അതിൻ്റെ അകത്ത് നെറ്റ് എമൗണ്ട് പെയ്ഡ് എത്രയാണെന്നുള്ളതും കാണിച്ചിട്ടുണ്ടായിരിക്കും. അതേപോലെ തന്നെ നെറ്റ് എമൗണ്ട് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്, അതായത് എത്രയാണ് ഏർണിങ്സ്, അതിനകത്ത് നിന്ന് എത്ര ഏതൊക്കെ വകയിലാണ് ഡിഡക്റ്റ് ചെയ്തത് എന്നെല്ലാം ആ ഒരു പേ സ്ലിപ്പിൽ കാണിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ പേ സ്ലിപ്പ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ഡിസ്പ്ലേ എടുത്തിട്ട് പേറോൾ റിപ്പോർട്ടിനകത്ത് നിന്ന് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പേറോൾ എടുത്ത് പേ സ്ലിപ്പ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. എന്നിട്ട് അതിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രിൻ്റ് എടുക്കാനായിട്ട് സാധിക്കും. ഇഷ്ടമുള്ള രീതിയിൽ കോൺഫിഗർ ചെയ്തെടുക്കാനായിട്ടും സാധിക്കും. അതിൻ്റെ കോൺഫിഗറേഷൻ്റെ സ്ക്രീനൊക്കെ തൊട്ട് താഴെ നിങ്ങൾക്ക് ഫിഗറായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ് പേ ഷീറ്റ് എന്ന് പറയുന്നത്. പേ ഷീറ്റ് എന്ന് പറയുന്ന ഒരു കോളംനാർ റിപ്പോർട്ടാണ്. കോളമായിട്ടാണ് നമുക്ക് അതിനകത്ത് ഡേറ്റ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഓരോ ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് വൈസായിട്ടുള്ള ബ്രേക്കപ്പ് ഡേറ്റയാണ് നമുക്ക് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഏർണിങ്സും ഡിഡക്ഷൻസും കാണിച്ചിട്ടുണ്ടായിരിക്കും. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു മന്ത് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ മന്തിലെ ഡേറ്റ ആയിരിക്കും നമുക്കങ്ങനെ ബ്രേക്കപ്പായിട്ട് കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ഡിസ്പ്ലേ എടുക്കുക, പേറോൾ റിപ്പോർട്ടുകൾ എടുക്കുക, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പേറോൾ, അതിൻ്റെ അകത്തുനിന്ന് പേ ഷീറ്റ് എടുക്കുക. അതിൻ്റെ ഒരു ഫിഗർ അവിടെ 5.45 ആയിട്ട് കാണിച്ചിട്ടുണ്ട്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റാണ് പേറോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. പേറോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഡിസ്പ്ലേസ് ദ ഗ്രൂപ്പ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് എംപ്ലോയീസ് ബ്രേക്കപ്പ്. ഒന്നെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിലെ എംപ്ലോയീസിൻ്റെ ബ്രേക്കപ്പ് ഡീറ്റെയിൽസാണ് നമുക്ക് അതിൻ്റെ അകത്ത് കാണിക്കുന്നത്. ഒരു പേ ഹെഡ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പേ ഹെഡിൽ ആ ഒരു പർട്ടിക്കുലർ മന്തിൽ വന്നിരിക്കുന്ന ടോട്ടൽ എമൗണ്ട് എത്രയാണെന്നുള്ളത് നമുക്ക് അതിൻ്റെ അകത്ത് അറിയാനായിട്ട് സാധിക്കും. അതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഗേറ്റ് വേ ഓഫ് ടാലി ഡിസ്പ്ലേ എടുത്തിട്ട് പേറോൾ റിപ്പോർട്ട് എടുക്കുക, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പേറോൾ എടുക്കുക, പേറോൾ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഫിഗർ 5.46 കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കാണിച്ചിരിക്കുന്നത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാണിച്ചിട്ടുണ്ട്. ബേസിക് പെയ്ഡേതാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ദെൻ ഫോർത്ത് വൺ പേയ്മെൻറ്റ് അഡ്വൈസ് ആണ്.
പേയ്മെൻറ്റ് അഡ്വൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഇൻറ്റിമേഷൻ ലെറ്ററാണ്. ആ ഇൻറ്റിമേഷൻ ലെറ്ററിൽ നമ്മൾ കാണിച്ചിരിക്കുന്ന ഡീറ്റെയിൽസ് ഓഫ് എംപ്ലോയീസ് വിത്ത് ദെയർ ബാങ്ക് അക്കൗണ്ട് നമ്പേഴ്സ് ഇഷ്യൂഡ് ടു ദ ബാങ്കർ ടു ട്രാൻസ്ഫർ എ സ്പെസിഫൈഡ് സം ടു ദ എംപ്ലോയീസ് ബാങ്ക് അക്കൗണ്ട്. അപ്പം നമുക്ക് അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ നടത്തുന്ന സമയത്താണ് ഈ ഒരു പേയ്മെൻറ്റ് അഡ്വൈസ് വരുന്നത്. ഓരോ എംപ്ലോയീസിൻ്റെയും ഡീറ്റെയിൽസ്, അതായത് അവരുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, എത്ര എമൗണ്ടാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പേയ്മെൻറ്റ് അഡ്വൈസിൻ്റെ അകത്ത് വരുന്നത്. ഈ ഒരു പേയ്മെൻറ്റ് അഡ്വൈസ് നമുക്ക് F12 കോൺഫിഗറേഷൻ യൂസ് ചെയ്തുകൊണ്ട് കോൺഫിഗർ ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഗേറ്റ്വേ ഓഫ് ടാലിയിൽ ഡിസ്പ്ലേ എടുത്തിട്ട് പേറോൾ റിപ്പോർട്ട് എടുക്കുക, ദെൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പേറോൾ എടുത്തിട്ട് അതിൻ്റെ അകത്തുനിന്ന് പേയ്മെൻറ്റ് അഡ്വൈസ് എടുക്കുക. അതിനും നമുക്ക് പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കോൺഫിഗർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. കോൺഫിഗറേഷൻ എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് എൻ്റർ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഫോർമാറ്റിൽ പ്രിൻ്റ് ഔട്ട് എടുക്കാനായിട്ട് പറ്റും. അടുത്താണ് പേറോൾ രജിസ്റ്റർ. പേറോൾ രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മന്ത് വൈസ് ട്രാൻസാക്ഷൻ സമ്മറി റിപ്പോർട്ടാണ്. ഒരു മാസത്തെ മൊത്തം സമ്മറി കാണിക്കുന്ന ഒരു റിപ്പോർട്ടാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്പർ ഓഫ് പേറോൾ വൗച്ചേഴ്സ്, എത്ര വൗച്ചേഴ്സ് ടോട്ടൽ പാസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്കറിയാനായിട്ട് സാധിക്കും. അഡീഷണൽ ഇൻഫർമേഷൻസൊക്കെ നമുക്ക് പേറോൾ രജിസ്റ്ററിനകത്ത് ചേർക്കണം എന്നുണ്ടെങ്കിൽ നമുക്കവിടെ പുതിയ കോളം ഇൻസേർട്ട് ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് അറ്റൻഡൻസോ ജേർണൽ, പർച്ചേസ്, സെയിൽസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്ലിക്ക് ന്യൂ കോളം ബട്ടൺ ന്യൂ കോളം ബട്ടൺ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അതൊക്കെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ബട്ടൺ ബാറിൽ നമുക്കത് അവൈലബിൾ ആണ്. എന്നിട്ട് അതിൻ്റെ അകത്ത് ആവശ്യമായിട്ടുള്ള ഓപ്ഷൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്താൽ മതി. അതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഗേറ്റ്വേ ഓഫ് ടാലിയിൽ ഡിസ്പ്ലേ എടുക്കുക, പേറോൾ റിപ്പോർട്ട്സ് എടുക്കുക, അതിൻ്റെ അകത്തുനിന്ന് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പേറോൾ എടുക്കുക, അതിൻ്റെ അകത്തുനിന്ന് പേറോൾ രജിസ്റ്റർ എടുക്കുക. 6th വണ്ണാണ് എംപ്ലോയി പേ ഹെഡ് ബ്രേക്കപ്പ് എന്ന് പറയുന്നത്. അതും ഒരു കോളംനാർ റിപ്പോർട്ടാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഓരോ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് വൈസായിട്ട് എംപ്ലോയി ബ്രേക്കപ്പ് ഡേറ്റ കിട്ടുന്നതാണ്. അതിനകത്ത് നമുക്ക് സെലക്റ്റഡ് ആയിട്ടുള്ള ഏർണിങ്സും ഡിഡക്ഷൻസും എല്ലാം നമുക്കൊരു സ്പെസിഫിക് മന്തിലേത് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് പീരിയഡിലേതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ റിപ്പോർട്ടിൽ നമുക്ക് ഓപ്പണിംഗ് ബാലൻസ്, ഡെബിറ്റ് ട്രാൻസാക്ഷൻ, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ്, പിന്നെ ക്ലോസിംഗ് ബാലൻസ് എല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു റിപ്പോർട്ട് നമുക്ക് ലോൺസ് ഔട്ട്സ്റ്റാൻഡിങ്ങോ ഇൻസ്റ്റാൾമെൻറ്റ് ഡിഡക്റ്റഡ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അറിയാനായിട്ട് നമുക്ക് ഈ ഒരു റിപ്പോർട്ട് ഹെൽപ്ഫുള്ളാണ്. അതിൻ്റെ ലൊക്കേഷൻ ഗേറ്റ്വേ ഓഫ് ടാലിയിൽ ഡിസ്പ്ലേ എടുക്കുക, പേറോൾ റിപ്പോർട്ട് എടുക്കണം, ദെൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പേറോൾ, എംപ്ലോയി പേ ഹെഡ് ബ്രേക്കപ്പ്. അപ്പോൾ അതിനകത്ത് നമുക്കൊരു ലിസ്റ്റ് ഓഫ് പേ ഹെഡുകൾ വരും. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് എൻ്റർ അടിച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ പ്രത്യേകിച്ച് ഒരു പേ ഹെഡും സെലക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നോട്ട് ആപ്ലിക്കബിൾ ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ഗ്രൂപ്പ് വൈസ് ബ്രേക്കപ്പാണ് കിട്ടുന്നത്. അത് ഞാൻ ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഇനി 7th സ്റ്റേറ്റ്മെൻറ്റ് ലാസ്റ്റ് വണ്ണാണ് പേ ഹെഡ് എംപ്ലോയി ബ്രേക്കപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഏതെങ്കിലും ഒരു എംപ്ലോയീനെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുള്ള സം ഓഫ് ട്രാൻസാക്ഷൻസ് ആണ്, ക്ലോസിംഗ് ബാലൻസ് ഉൾപ്പെടെയുള്ള സം ഓഫ് ട്രാൻസാക്ഷൻസ് ആണ് നമുക്ക് ഈ ഒരു പേ ഹെഡ് എംപ്ലോയി ബ്രേക്കപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൻ്റെ ലൊക്കേഷൻ ഗേറ്റ്വേ ഓഫ് ടാലിയിൽ ഡിസ്പ്ലേ എടുക്കുക, പേറോൾ റിപ്പോർട്ടുകൾ എടുക്കുക, അതിൻ്റെ അകത്തുനിന്ന് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പേറോൾ എടുക്കുക, അതിൻ്റെ അകത്തുനിന്ന് പേ ഹെഡ് എംപ്ലോയി ബ്രേക്കപ്പ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് എംപ്ലോയീസിനെ സെലക്ട് ചെയ്യാനായിട്ടുള്ളൊരു സ്ക്രീൻ വരും. അപ്പോൾ നമ്മളതിൽ ഏതെങ്കിലും ഒരു എംപ്ലോയിനെ സെലക്ട് ചെയ്ത് എൻ്റർ അടിച്ചാൽ മതി. Alt+F1 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ട് അവൈലബിൾ ആണ്. അപ്പോൾ ഇതോടുകൂടി സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് പേറോൾ തീരുവാണ്. സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് പേറോൾ 7 എണ്ണമാണുള്ളത്. ഇനി അടുത്തതുള്ളതാണ് അറ്റൻഡൻസ് റിപ്പോർട്ട്. അറ്റൻഡൻസ് റിപ്പോർട്ട് എന്ന് പറയുന്നത് 2 എണ്ണമുണ്ട്. അറ്റൻഡൻസ് ഷീറ്റും ഉണ്ട്, അറ്റൻഡൻസ് രജിസ്റ്ററും ഉണ്ട്. അറ്റൻഡൻസ് ഷീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കോളംനാർ റിപ്പോർട്ടാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് കാണിക്കുന്നത് അറ്റൻഡൻസ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ടൈപ്പ്, അതിൻ്റെ അകത്ത് നമ്പർ ഓഫ് അറ്റൻഡൻസ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ യൂണിറ്റ് എത്രയാണെന്നുള്ളത്. അതിപ്പോൾ നമ്മളൊരു മന്ത് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ മന്തിലെ നമ്പർ ഓഫ് അറ്റൻഡൻസ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ യൂണിറ്റുകളാണ് നമുക്ക് അതിൻ്റെ അകത്ത് കാണിക്കുന്നത്. അതിൻ്റെ ലൊക്കേഷൻ ഗേറ്റ്വേ ഓഫ് ടാലി ഡിസ്പ്ലേ എടുത്തിട്ട് പേറോൾ റിപ്പോർട്ട് എടുത്തിട്ട് അറ്റൻഡൻസ് ഷീറ്റാണ്. ദെൻ രണ്ടാമത്താണ് അറ്റൻഡൻസ് രജിസ്റ്റർ എന്ന് പറയുന്നത്. അറ്റൻഡൻസ് രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മന്ത് വൈസ് ട്രാൻസാക്ഷൻ സമ്മറി റിപ്പോർട്ടാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഈ ഒരു അറ്റൻഡൻസ് വൗച്ചർ പാസ് ചെയ്ത് നമ്മൾ ആ ഒരു മന്തിൽ എത്ര അറ്റൻഡൻസ് വൗച്ചർ പാസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് കിട്ടും.
ഇവിടെ നമുക്ക് പുതിയ കോളം ആഡ് ചെയ്തുകൊണ്ട് അഡീഷണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അപ്പൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. വേണമെന്നുണ്ടെങ്കിൽ പേറോള്, ജേണല്, പർച്ചേസ്, സെയിൽസ് അങ്ങനെ പലതും നമുക്ക് ആ കൂടെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് ഡ്രിൽ ഡൗൺ ഫെസിലിറ്റി ഉണ്ട്. നമുക്കിങ്ങനെ എൻ്റർ അടിച്ച് ലോവർ ലെവൽസിലേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റും. അതിൻ്റെ ലൊക്കേഷൻ ഗേറ്റ്വേ ഓഫ് ടാലിയിൽ ഡിസ്പ്ലേ എടുക്കുക, പേറോൾ റിപ്പോർട്ട് എടുക്കുക, അതിനകത്തുനിന്ന് അറ്റൻഡൻസ് രജിസ്റ്ററാണ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ അറ്റൻഡൻസിൻ്റെ ബേസിസിൽ 2 റിപ്പോർട്ടുകളാണുള്ളത്, അറ്റൻഡൻസ് ഷീറ്റും അറ്റൻഡൻസ് രജിസ്റ്ററും. ഇനി തേർഡ് വണ്ണാണ് എക്സ്പാറ്റ് റിപ്പോർട്ട്. നമുക്ക് 3 ക്ലാസിഫിക്കേഷനാണ് ഉണ്ടായിരുന്നത്. അതിൽ 3ാമത്തെ ക്ലാസിഫിക്കേഷനാണ് എക്സ്പാറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. എക്സ്പാറ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെഗുലർ എംപ്ലോയീസിൻ്റെയും കോൺട്രാക്ച്വൽ എംപ്ലോയീസിൻ്റെയും ഒക്കെ ഡീറ്റെയിൽസ് കാണിക്കുന്നതാണ് എക്സ്പാറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ചിലപ്പം എബ്രോഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാവാം, അല്ലെങ്കിൽ ലോങ് അല്ലെങ്കിൽ ഷോർട്ട് ടൈം ടെനറിലുള്ളവരാവാം, അസൈൻമെൻറ്റ് ബേസിസിലുള്ള ആൾക്കാരാവാം. അങ്ങനെയുള്ള ആൾക്കാരുടെ എല്ലാം ഡീറ്റെയിൽസ് കാണിക്കുന്നതാണ് എക്സ്പാറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, അതായത് പാസ്പോർട്ടിനെ സംബന്ധിച്ചത്, വിസ, കോൺട്രാക്റ്റ് ഡീറ്റെയിൽസ്, പിന്നെ അവരുടെ ഡേറ്റ് ഓഫ് ജോയിനിങ്, ഇഷ്യൂ ചെയ്തിരിക്കുന്ന കൺട്രി ഏതാണെന്നുള്ളത്, അതിൻ്റെ എക്സ്പയറി ഡേറ്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്കിതിൽ അവൈലബിൾ ആണ്. ടാലി 9 നമുക്ക് 3 എക്സ്പാറ്റ് റിപ്പോർട്ടുകളാണുള്ളത്. പാസ്പോർട്ട് എക്സ്പയറി, വിസ എക്സ്പയറി, കോൺട്രാക്റ്റ് എക്സ്പയറി. അതിൽ ഫസ്റ്റ് വണ്ണാണ് പാസ്പോർട്ട് എക്സ്പയറി റിപ്പോർട്ട്. പാസ്പോർട്ട് എക്സ്പയറി റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എംപ്ലോയീസിൻ്റെ പാസ്പോർട്ട് ഡീറ്റെയിൽസാണ് അതിൻ്റെ അകത്തുള്ളത്. അതിൻ്റെ അകത്ത് അവരുടെ പാസ്പോർട്ട് നമ്പർ, ഏത് കൺട്രിയാണ് അത് ഇഷ്യൂ ചെയ്തതെന്നുള്ളത്, പാസ്പോർട്ടിൻ്റെ എക്സ്പയറി ഡേറ്റ് എത്രയാണെന്നുള്ളത്, പിന്നെ അവരുടെ ഡേറ്റ് ഓഫ് ജോയിനിങ് പോലെയുള്ള അഡീഷണൽ ഇൻഫർമേഷൻസ് നമുക്കതിനകത്ത് അവൈലബിൾ ആണ്. അതിൻ്റെ ലൊക്കേഷൻ ഗേറ്റ്വേ ഓഫ് ടാലിയിൽ ഡിസ്പ്ലേ എടുക്കുക, പേറോൾ റിപ്പോർട്ട്സ് എടുക്കുക, അതിൻ്റെ അകത്ത് എക്സ്പാറ്റ് റിപ്പോർട്ട്സ് എടുക്കുക, അതിൽ പാസ്പോർട്ട് എക്സ്പയറി എടുക്കുക. ഫിഗർ 5.53 അതിൻ്റെ ഒരു ഫോർമാറ്റ് കാണിച്ചിട്ടുണ്ട്. ഇനി സെക്കൻഡ് വണ്ണാണ് വിസ എക്സ്പയറി റിപ്പോർട്ട്. ഇതിനകത്ത് നമുക്ക് കിട്ടുന്ന വിസ ഡീറ്റെയിൽസ് ആണ്, അതായത് വിസയുടെ നമ്പർ, വിസയുടെ എക്സ്പയറി ഡേറ്റ്, പിന്നെ ഡേറ്റ് ഓഫ് ജോയിനിങ് പോലെയുള്ള അഡീഷണൽ ഇൻഫർമേഷൻസും അവൈലബിൾ ആണ്. ഈ റിപ്പോർട്ട് നമ്മൾ എടുക്കുന്നത് ഗേറ്റ്വേ ഓഫ് ടാലിയിൽ ഡിസ്പ്ലേ എടുത്തിട്ട് അതിൽ പേറോൾ റിപ്പോർട്ടിൻ്റെ അകത്തുനിന്ന് വേണം എക്സ്പാറ്റ് റിപ്പോർട്ടിൽ വിസ എക്സ്പയറി നമ്മൾ എടുക്കാനായിട്ട്. അതിൻ്റെ ഫോർമാറ്റ് അവിടെ കാണിച്ചിട്ടുണ്ട്. ദെൻ തേർഡ് ആൻഡ് ലാസ്റ്റ് വണ്ണാണ് കോൺട്രാക്റ്റ് എക്സ്പയറി റിപ്പോർട്ട്. അതായത് കോൺട്രാക്റ്റ് ബേസിസിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ്, കരാർ അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ സംബന്ധിച്ചുള്ളതാണ്. അതിനകത്ത് കോൺട്രാക്റ്റ് ഡീറ്റെയിൽസാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. അസൈൻമെൻറ്റ് ബേസിസിലോ കോൺട്രാക്റ്റ് ബേസിസിലോ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഇൻഫർമേഷൻസാണ്. അതിനകത്ത് വർക്ക് പെർമിറ്റ് നമ്പർ, കോൺട്രാക്റ്റ് എന്നാണ് തുടങ്ങിയത്, എന്നാണ് അതിൻ്റെ എക്സ്പയറി ഡേറ്റ്, പിന്നെ അവരുടെ ഡേറ്റ് ഓഫ് ജോയിനിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും കാണിച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ട് നമ്മൾ എടുക്കുന്നത് ഗേറ്റ്വേ ഓഫ് ടാലി ഡിസ്പ്ലേ എടുത്തിട്ട് പേറോൾ റിപ്പോർട്ടിൻ്റെ അകത്തുനിന്ന് എക്സ്പാറ്റ് റിപ്പോർട്ടിൽ നിന്നും കോൺട്രാക്റ്റ് എക്സ്പയറി എടുക്കുക. അപ്പോൾ ഇത്രയും റിപ്പോർട്ടുകളാണ് നമുക്ക് പേറോൾ റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. 3 ക്ലാസിഫിക്കേഷൻ, 3 എണ്ണത്തിൻ്റെ അകത്തും സബ് റിപ്പോർട്ട്സും ഉണ്ട്. അപ്പോൾ ഇത്രയും നന്നായിട്ടൊന്ന് വായിച്ച് നോക്കുക. താങ്ക് യു.